സംഭവിച്ചത് തുടരുന്നു. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്ന് UDF. UDF ഉഭയകക്ഷി ചർച്ചയിൽ കോട്ടയം സീറ്റ് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. സീറ്റിന്റെ കാര്യം പരിഗണിക്കാമെന്ന് PJ ജോസഫിന് UDF നേതാക്കളുടെ ഉറപ്പ്. ജോസഫ് വിഭാഗവുമായി വീണ്ടും ചർച്ച നടത്തും. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സലിം മാലിക്, അപ്പോൾ UDF ഈ ഉഭയകക്ഷി ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നു. ഇന്നത്തെ ചർച്ച നീളുന്നതിന്റെ സാഹചര്യം എന്താണ് ജോസഫ് ഗ്രൂപ്പുമായി? വേണു, വളരെ വേഗത്തിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോവുകയാണ് UDF. ഇന്ന് ആദ്യ ചർച്ചയായിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി. ജോസഫ് വിഭാഗം, അത് PJ ജോസഫ് തന്നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. കോട്ടയം സീറ്റ് ജോസഫ് വിഭാഗത്തിന് അർഹതപ്പെട്ടതാണ്, അത് തങ്ങൾക്ക് തന്നെ നൽകണമെന്നുള്ളതാണ് ആവശ്യം. ആ ആവശ്യം പരിഗണിക്കാമെന്നൊരു ഉറപ്പ് UDF നേതാക്കൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അതിൽ തീരുമാനമായിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോട്ടയത്ത് ചില പ്രാദേശികമായ എതിർപ്പുകൾ ജോസഫ് വിഭാഗവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം നേരത്തെ കോട്ടയം സീറ്റിലേക്ക് മത്സരിക്കുമ്പോൾ അത് കേരള കോൺഗ്രസ് ജോസഫ് മാണി വിഭാഗങ്ങളൊക്കെ ഒന്നിച്ചായിരുന്നു. അവിടെ തോമസ് ചാഴിക്കാടൻ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം അത്രയധികം സ്വാധീനം ജോസഫ് വിഭാഗത്തിന് ഇല്ല എന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞു എന്ന് കോട്ടയത്തെ തന്നെ ചില കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രാദേശിക നേതാക്കളുടെ കൂടി അഭിപ്രായം പരിഗണിച്ച് അവരെ കൂടി സമവായത്തിൽ എത്തിയതിനു ശേഷമായിരിക്കും അത് ജോസഫ് വിഭാഗത്തിന് തന്നെ ആ സീറ്റ് നൽകുക എന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. കോൺഗ്രസ് തന്നെ ആ സീറ്റ് ഏറ്റെടുക്കണമെന്നൊരു ആവശ്യമുണ്ടെങ്കിലും കോൺഗ്രസ് ആ നിലയിലേക്ക് കടക്കാൻ സാധ്യതയില്ല. ജോസഫ് വിഭാഗത്തിന്റെ ആവശ്യം പരിഗണിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ അതിന് വീണ്ടും ഒരു റൗണ്ട് കൂടി അതല്ലെങ്കിൽ 2 റൗണ്ട് കൂടിയോ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം മുസ്ലിം ലീഗുമായാണ് അടുത്ത ചർച്ച.